നവാഗതനായ ശരൺ വേണുഗോപാൽ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള നാരായണീന്റെ മൂന്ന് ആൺമക്കൾ എന്ന സിനിമയുടെ വലിയൊരു ഭാഗവും പറഞ്ഞിട്ടുള്ളത് സ്വന്തം അഭിപ്രായങ്ങൾ പറയാനും പ്രകടിപ്പിക്കാനും മടിയില്ലാത്ത ആ കുടുംബത്തിലെ മറ്റുള്ളവരിൽ നിന്നും മാറി ചിന്തിക്കുന്ന രണ്ട് കസിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. ആ കുടുംബത്തിലുള്ളവരെ പറ്റി അവർ നടത്തുന്ന ഒബ്സർവേഷനുകളും അതുപോലെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത അവരുടെ ആറ്റിറ്റ്യൂഡും ഈ ഒരു ഫ്യൂണറൽ ഡ്രാമ സ്വഭാവമുള്ള സിനിമയെ ഒരു ക്യാരക്ടർ സ്റ്റഡിയുടെയും സോഷ്യൽ ക്രിട്ടിക്കിങ്ങിന്റെയും ഒരു മിക്സ് ആക്കുന്നുണ്ട്. സ്ഥിരം കണ്ടുവരുന്ന 3 ആക്ട് സ്ട്രക്ചർ വേണമെന്ന് വാശി പിടിക്കാത്തൊരു സിനിമയാണ് നാരായണീന്റെ മൂന്ന് ആൺമക്കൾ. വളരെ റിയലായി തോന്നുന്ന കഥാപാത്രങ്ങളുടെ മനോഹരമായ കുറെ സംഭാഷണങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുന്നതാണ് ഈ സിനിമ. സിനിമയുടെ ടൈറ്റിൽ പറയുന്നത് പോലെ നാരായണിയുടെ മൂന്ന് മക്കളായിട്ടുള്ള വിശ്വനാഥൻ, സേതു, ഭാസ്കർ ഇവരെക്കുറിച്ചാണ് പടം. മൂത്തവനായ വിശ്വനാഥനും ഇളയവനായ ഭാസ്കറും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല. ചെറുപ്രായത്തിൽ കുടുംബത്തെ ധിക്കരിച്ച് ഒരു മുസ്ലിം യുവതിയെ കല്യാണം കഴിച്ച് UK-യിൽ പോയി സെറ്റിൽ ചെയ്യാൻ ഭാസ്കർ എടുത്ത തീരുമാനമാണ് അതിന് കാരണം. കുടുംബത്തിന്റെ പേരിലുള്ള കട നടത്തിക്കൊണ്ടു പോവുകയാണ് ഇതുവരെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലാത്ത സേതു. അമ്മയായ നാരായണി മരണക്കിടക്കയിലുള്ളപ്പോൾ കാലങ്ങൾക്ക് ശേഷം ഭാസ്കർ കുടുംബത്തോടെ ആ വീട്ടിലേക്ക് വരുന്നതും തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് നാരായണീന്റെ മൂന്ന് ആൺമക്കൾ എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. ചില സിനിമകൾ അതിലുള്ള പല പല കഥാപാത്രങ്ങളിലൂടെ ആ സിനിമയെ നോക്കിക്കണ്ടുകൊണ്ട് നമ്മുടേതായ ഫിലോസഫികൾ ആ കഥാപാത്രങ്ങൾ പറയുന്ന ഡയലോഗുകളിലൂടെയും അവരുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനുകളിലൂടെയും രൂപീകരിക്കാൻ പ്രേരിപ്പിക്കും. നാരായണീന്റെ മൂന്ന് ആൺമക്കൾ എൻ്റെ അഭിപ്രായത്തിൽ അത്തരത്തിലുള്ളൊരു സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കസിൻസ് തമ്മിലുള്ള ബന്ധത്തിന്റെ ഇന്റിമസി നമ്മുടെ പൊതുവെയുള്ള മൊറാലിറ്റിക്ക് ദഹിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുള്ളതാണ്. അല്പം ആളുകളുള്ള ഒരു തിയേറ്ററിൽ ഈ സിനിമ കാണുമ്പോൾ ആ ഭാഗങ്ങളിൽ പ്രേക്ഷകരിൽ പലരും അസ്വസ്ഥരാകുന്നത് ശരിക്കും നമുക്ക് അനുഭവപ്പെടും. ഈ സിനിമയ്ക്കുള്ളിൽ ഒരു വിഭാഗം കഥാപാത്രങ്ങൾക്ക് ഇവർ തമ്മിലുള്ള ഈ ഒരു കണക്ഷന്റെ കാരണം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വേണമെങ്കിൽ നാരായണിയുടെ മൂന്ന് ആൺമക്കളെ ഈ ഒരു ബന്ധം മനസ്സിലാക്കാനുള്ള കഴിവിന്റെ പല പല സ്റ്റേജുകളായിട്ട് നമുക്ക് കാണാം. ചെറുപ്പത്തിൽ ഡിസ്ലെക്സിക് ആയിരുന്ന മറ്റ് രണ്ട് സഹോദരങ്ങളും പൊട്ടൻ എന്ന് മുദ്ര ചാർത്തിയിട്ടുള്ള സേതുവിനാണ് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ വിശാലമായ ചിന്താഗതിയുള്ളത്. എഫെമറൽ എന്ന വാക്കിന്റെ അർത്ഥം തന്റെ മരുമക്കൾക്ക് സേതു പറഞ്ഞു കൊടുക്കുന്ന ഒരു സീൻ ഈ സിനിമയുടെ ട്രെയിലറിലുണ്ട്. ഒരർത്ഥത്തിൽ അവരപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു കണക്ഷന്റെ വാംത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ ആ കഥാപാത്രം കൊടുക്കുന്ന ഒരു ഗൈഡൻസ് പോലെ ആ സീൻ കണ്ടപ്പോൾ ഫീൽ ചെയ്തു. ഈ സിനിമയിലെ ഫാമിലി ഡ്രാമ ട്രാക്ക് ഒരു പരിധിവരെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പത്മരാജൻ ചിത്രത്തിന്റെ ഒരു മോഡേൺ വേർഷൻ പോലെ തോന്നി. ഒട്ടുമിക്ക എല്ലാ കഥാപാത്രങ്ങളിലും ഉള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ളതും റിഗ്രസീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള എലമെന്റ്സ് ആ കഥാപാത്രങ്ങളെ സ്ക്രീനിൽ വളരെ റിയൽ ആക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ വളരെ മോശമായോ നല്ലതായോ കാണിക്കാൻ ശരൺ ശ്രമിക്കുന്നില്ല. ഏറ്റവും എളുപ്പത്തിൽ ആർക്കും മനസ്സിലാക്കാവുന്ന പഴഞ്ചനും റിഗ്രസീവുമായ വിശ്വനാഥൻ ഒരു സീനിൽ ഒരു സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായൊരു ബാർഗെയിനിങ് നടത്തുന്നുണ്ട്. ആ ഒരു സീനിലൂടെ അയാൾ എങ്ങനെ അത്തരക്കാരനായി, അയാളുടെ അച്ഛൻ അനുഭവിച്ച കാര്യങ്ങൾ അയാളെ എങ്ങനെ ഇമ്പാക്ട് ചെയ്തു എന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആരും തങ്ങളെ മനസ്സിലാക്കാത്ത സ്ഥലത്ത് ആതിരയും നിഖിലും കണ്ടെത്തുന്ന കംഫർട്ട്, തൻ്റെ സമപ്രായക്കാരിൽ നിന്നും എപ്പോഴും കുത്തുവാക്കുകൾ മാത്രം കേൾക്കേണ്ടി വരുന്ന ഒറ്റപ്പെട്ട സേതുവിൻ്റെ ജീവിതം, ഭാസ്കറും നഫീസയും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഇതെല്ലാം വളരെ ഹൃദ്യമായ രീതിയിലാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ വരുന്ന ഡ്രമാറ്റിക് സിറ്റുവേഷനുകളെ വളരെയധികം തിയേറ്ററിക്കൽ ആക്കാൻ ശരൺ വേണുഗോപാൽ ശ്രമിക്കുന്നില്ല. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് കുടുംബത്തിൽ വീണ്ടും പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന അത്ര മെലോഡ്രാമയിലേക്ക് പടം പോകുന്നില്ല. ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളുടെ റിയാക്ഷൻ മാറ്റി നിർത്തിയാൽ കഥ ആ സന്ദർഭത്തെ കുറച്ചുകൂടി പക്വതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. പതിഞ്ഞ താളത്തിൽ എല്ലാ ഡീറ്റെയിലുകളും നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ പറഞ്ഞു പോകുന്ന കഥ പറച്ചിലിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാറ്റിക് ഫ്രെയിമുകൾ ഉപയോഗിച്ചിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയാണ് അപ്പു പ്രഭാകർ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഡയലോഗുകളുടെ അതിപ്രസരം ഇല്ലാത്തതുകൊണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ക്രീനിൽ കാണാൻ നല്ലൊരു ഒതന്റിസിറ്റി ഉണ്ടായിരുന്നു. സിനിമാറ്റോഗ്രാഫിയെ പറ്റി പറഞ്ഞതുപോലെ തന്നെ സിനിമയുടെ ടോണിനെ മാനിക്കുന്ന രീതിയിലാണ് രാഹുൽ രാജിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും വന്നിട്ടുള്ളത്. സിംഗ് സൗണ്ടിന്റെ മികച്ച ഉപയോഗവും വളരെ മിനിമലായി മാത്രം ഉപയോഗിച്ചിട്ടുള്ള പശ്ചാത്തല സംഗീതവും ഒരർത്ഥത്തിൽ പ്രേക്ഷകനെ ഈ ഒരു ഡ്രാമയുടെ നടുവിൽ തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ ആതിര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗാർഗി അനന്തനായിരുന്നു എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഡയലോഗുകൾ ഒന്നുമില്ലാത്ത സിനിമ ആയതുകൊണ്ട് അവനവനെ ഏൽപ്പിച്ച കഥാപാത്രത്തിനെ കുറിച്ച് പ്രേക്ഷകർക്ക് ഒരു ധാരണ കൊടുക്കാൻ ശരീരഭാഷയും എക്സ്പ്രഷനുകളും ഒക്കെ നല്ലപോലെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഗാർഗി മികച്ചു നിന്നതായിട്ടാണ് തോന്നിയത്. ആനന്ദത്തിൽ കണ്ട തോമസ് മാത്യു ഈ സിനിമയിൽ നിഖിൽ എന്ന കഥാപാത്രത്തിലൂടെ ഒരു NRI കഥാപാത്രമായി തിരിച്ചു വന്നിട്ടുണ്ട്. വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ടൈറ്റിൽ കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ പഴഞ്ചനും പിന്തിരിപ്പനുമായ വിശ്വനാഥൻ എന്ന കഥാപാത്രത്തെ വിശ്വസനീയമായ രീതിയിൽ അലൻസിയർ അവതരിപ്പിച്ചു. കുടുംബത്തിലെ കൂൾ സിംഗിൾ അങ്കിൾ ആയിട്ടുള്ള സേതുവിനെ ജോജു ജോർജ് വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഫീൽ ഗുഡ് സോണിലുള്ള ഒരു വട്ടം സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ കഥാപാത്രങ്ങളെയും വ്യത്യസ്തമായി നിലനിർത്താൻ ജോജു ജോർജിന് സാധിക്കുന്നുണ്ട്. മകനോടൊപ്പം നാട് ചുറ്റുന്ന, തുടക്കത്തിലൊക്കെ വളരെ കൂളായി നിൽക്കുന്ന ഭാസ്കറിനെയും ചേട്ടനോട് വഴക്കു കൂടുമ്പോൾ സ്വഭാവം മാറുന്ന ഭാസ്കറിനെയും സുരാജ് വെഞ്ഞാറമൂട് കൈയടക്കത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട്.
ഭാസ്കറിന്റെ ഭാര്യ നഫീസയായി ഷെല്ലി കിഷോർ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ സജിത മഠത്തിലിന്റെ ഡയലോഗ് ഡെലിവറി ചില സീനുകളിൽ സ്വല്പം സ്റ്റിഫായി തോന്നി. വളരെ ആംബിഗ്വസ് ആയിട്ടുള്ള എൻഡിംഗ് ഉള്ള ഒരു സിനിമയാണ് നാരായണീന്റെ മൂന്ന് ആൺമക്കൾ. ഒരർത്ഥത്തിൽ ഇതൊരു ഇൻസിഡന്റിനെ പറ്റിയിട്ടുള്ള സിനിമ അല്ല എന്ന് പറയാനായിരിക്കും അവർ അങ്ങനെ ഒരു എൻഡിങ് സ്വീകരിച്ചത്. വെറും 113 മിനിറ്റ് കൊണ്ട് നാരായണിയുടെ 3 മക്കളെക്കുറിച്ചും അവരുടെ 2 കൊച്ചുമക്കളെക്കുറിച്ചും നമുക്ക് നല്ലൊരു ധാരണ കിട്ടുന്നുണ്ട്. കുടുംബത്തെ ചേർത്ത് നിർത്താൻ ശ്രമിച്ച, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന നാരായണിയുടെ രണ്ടാമത്തെ മകനായ സേതുവിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നും ഈ കഥ നോക്കിക്കണ്ടാൽ എല്ലാ സാഹചര്യങ്ങളിലും ഏറ്റവും പക്വമായ രീതിയിൽ അയാൾ പെരുമാറിയിട്ടും അയാളെ എല്ലാവരും പൊട്ടനായും പരാജയപ്പെട്ടവനായും മാത്രമേ കാണുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാം. വളരെ റിയലായ കഥാപാത്രങ്ങൾ, സെൻസിബിളായ കാര്യങ്ങൾ ജഡ്ജ്മെന്റിന്റെ പേടിയില്ലാതെ പറയുന്നത് കേൾക്കുന്നത് പോലെ ഒരു സുഖം നാരായണീന്റെ 3 ആൺമക്കൾ എന്ന സിനിമ കാണുമ്പോൾ എവിടെയോ ലഭിക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും ഇത്തരത്തിലുള്ള കൂടുതൽ റിവ്യൂകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും കരുതുന്നു. താങ്ക്